റീസെൻ്റ് ആയിട്ട് ഒന്നിലധികം യൂട്യൂബ് ചാനലുകൾ ഹാക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള ഒരു യൂട്യൂബ് ചാനൽ ഒരു പരിധി വരെ എങ്ങനെ സുരക്ഷിതമാക്കി നമുക്ക് വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഒന്നാമത്തെ കാര്യം, നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജിമെയിൽ ID മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാതിരിക്കുക. ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും മറ്റൊരാൾക്കും, അത് നമ്മളുടെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിലും നമ്മളുടെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ആ ഒരു ജിമെയിൽ ID നിങ്ങൾ യാതൊരു രീതിയിലും ഷെയർ ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമെയിൽ IDക്ക് കൊടുക്കുന്ന പാസ്വേഡ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ കൊടുക്കണം. മിനിമം ഒരു 10 ക്യാരക്ടർ എങ്കിലും ഉള്ള ഒരു പാസ്വേഡ് നിങ്ങൾ തീർച്ചയായിട്ടും ഇടണം. ആ ഒരു പാസ്വേഡിനുള്ളിൽ തന്നെ ലോവർ കേസ്, അപ്പർ കേസ്, ഡിജിറ്റ്, അതർ ഡിജിറ്റുകൾ, അങ്ങനെയുള്ള മറ്റ് സിമ്പിൾസ് ഇതെല്ലാം കൂട്ടിയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് വേണം യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടിന് നിങ്ങൾ കൊടുക്കാനായിട്ട്. മൂന്നാമത്തെ കാര്യം, നമ്മളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന സമയത്ത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൊമോഷൻസ് ഒക്കെ കിട്ടാനായിട്ട് ഒരു ഇമെയിൽ ID നമ്മളുടെ ചാനലിനുള്ളിൽ നമ്മൾ പബ്ലിക്കായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമെയിൽ ID മാറ്റി നിർത്തിയിട്ട് മറ്റൊരു ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആ ഒരു ജിമെയിൽ അക്കൗണ്ടിന് നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ ആയിരിക്കണം. എന്നിട്ട് ആ ഒരു ജിമെയിൽ ID വേണം നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തും അതുപോലെ നിങ്ങളുടെ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനകത്തും ഒക്കെ പബ്ലിക്കായിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും കാരണവശാൽ പ്രൊമോഷൻ വർക്ക് എന്നുള്ള പേരിൽ ഹാക്കേഴ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചീറ്റിങ് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കിന് അവർ നിങ്ങൾക്ക് മെയിൽ അയക്കും, നിങ്ങളുടെ ചാനൽ ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾ ഹാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മെയിൽ ചെയ്യുന്ന സമയത്ത് ഒന്നും നോക്കാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കളയാൻ പറ്റും. ജിമെയിൽ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ അവിടെ അങ്ങ് അവസാനിക്കും. പക്ഷേ ചാനലുള്ള അക്കൗണ്ട് തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ചാനലില്ലാത്ത ഫ്രീ ആയി കിടക്കുന്ന വെറുമൊരു അക്കൗണ്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് വരുന്നതായിട്ട് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം യൂട്യൂബ് ചാനലുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം, യൂട്യൂബ് ചാനലിലൂടെ വാട്സപ്പ് നമ്പർ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത്തരത്തിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്ന ആൾക്കാർ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നമ്പർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാതിരിക്കുക. യൂട്യൂബിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളൊരു വാട്സപ്പ് നമ്പർ സംഘടിപ്പിച്ചതിന് ശേഷം ആ ഒരു നമ്പർ വേണം പബ്ലിക്കായിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മറ്റാവശ്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഇൻ്റർനെറ്റ് ബാങ്കിങ്ങുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ, അത്തരത്തിൽ നമ്മൾ ഒഫീഷ്യലായിട്ട് പല കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ ഒരു കാരണവശാലും പബ്ലിക്കായിട്ട് കൊടുക്കാതിരിക്കുക. ഇത്തരത്തിൽ യൂട്യൂബിൻ്റെ ആവശ്യത്തിനായിട്ട് മറ്റൊരു വാട്സപ്പ് നമ്പർ നിങ്ങൾ എടുത്തതിന് ശേഷം പബ്ലിക്കിന് കൊടുക്കുക. അഞ്ചാമത്തെ കാര്യം, നമ്മൾ 2 രീതിയിലായിരിക്കും നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഒന്ന്, മൊബൈൽ ഫോണിനകത്തെ സിം വെച്ചിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ആയിരിക്കും. രണ്ടാമത്തേത് വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ വെച്ചിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ആയിരിക്കും. ഈ 2 രീതിയിലുള്ള കണക്ഷൻ ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കുക. രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുൻപ് ബ്രോഡ്ബാൻഡ് മോഡമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങുക. അതുപോലെ തന്നെ മൊബൈൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ മൊബൈൽ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങുക. അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും നമ്മളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ എപ്പോഴും ബ്രൗസറിനകത്ത് ലോഗിൻ ചെയ്തിട്ടിരിക്കുകയായിരിക്കും. അല്ലാതെ ഓരോ തവണ കയറുമ്പോഴും നമ്മൾ പാസ്വേഡൊന്നും അടിച്ച് കയറാറില്ല. അത് ഫോണിലാണെങ്കിലും ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിലും നമ്മൾ ഓൾറെഡി നമ്മളുടെ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ സേവ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുൻപേ ഈ പറയുന്ന ഡിവൈസുകളൊക്കെ ഓണാക്കി വെച്ചിട്ട് കിടന്നുറങ്ങാതിരിക്കുക. മിക്കവാറും ആൾക്കാർ ചെയ്യുന്ന ഒരു ഫോൾട്ടുണ്ട്, വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല സൈസുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ രാത്രിയിൽ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടായിരിക്കും കയറി കിടന്നുറങ്ങുന്നത്. കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഹാക്കിംഗ് പ്രവർത്തികളൊക്കെ നടക്കുന്നത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, നമ്മളുടെ ഇന്ത്യൻ ടൈം വെളുപ്പിനെ ഉള്ള സമയത്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഡിവൈസുകളൊക്കെ നിങ്ങൾ ഓഫ് ചെയ്തിട്ട് മാത്രം കിടന്നുറങ്ങുക. ആറാമത്തെ കാര്യം, പ്രൊമോഷൻ മെയിലുകൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. നിങ്ങളോട് ഏതെങ്കിലും ഒരു ഇമെയിലിൽ നിന്ന് അവരുടെ പ്രൊഡക്റ്റ് സ്പോൺസർഷിപ്പായിട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യണമെന്നോ പറഞ്ഞ് മെയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമേ ആ ഒരു ഇമെയിൽ വന്നിരിക്കുന്ന മെയിൽ അഡ്രസ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. സാധാരണ രീതിയിൽ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് എങ്ങനെയായിരിക്കേണ്ടത്? ഇപ്പം എൻ്റെ പേര് അലക്സ് എന്നാണ്, ഞാനൊരു ജിമെയിൽ അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ alex@gmail.com എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ പ്രൊമോഷൻസ് മെയിൽ വരുന്ന ആ ഒരു മെയിലിൻ്റെ ഫ്രം അഡ്രസ്സ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക.
@ മറ്റെന്തെങ്കിലും ആണെങ്കിൽ, അതായത് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഡൊമൈൻസ് ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. wp.pl എന്നൊക്കെ പറഞ്ഞിട്ട് ജിമെയിൽ അല്ല, ഹോട്ട്മെയിൽ അല്ല, യാഹു അല്ല, നമ്മൾ ഒരു ഡൊമൈൻ്റെ ഒരു കമ്പനിയുടെ പേരല്ല, ചില രീതിയിലുള്ള ചെറിയ ഷോർട്ട് ഫോമിലുള്ള ചില ഡൊമൈനുകൾ. അത്തരത്തിലുള്ള ഡൊമൈൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് യാതൊരു രീതിയിലും എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അതൊക്കെ ഇത്തരത്തിലുള്ള മെയിലുകളാണ്. രണ്ടാമത്തെ കാര്യം, ചില പ്രൊമോട്ട് ചെയ്യുന്ന മെയിലിനകത്ത് അവർ പറയും അവരുടെ വീഡിയോസ് നമ്മളുടെ ചാനലിലൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയുള്ള വീഡിയോയുടെ ലിങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാനായിട്ടൊരു പാസ് കോഡ് തരും. ആ ലിങ്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പാസ്വേഡ് ചോദിക്കുമ്പോൾ അവർ തന്നിരിക്കുന്ന പാസ്വേഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ പ്ലേ ആകും. ആ വീഡിയോ വേണം നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തേണ്ടതെന്നൊക്കെ അവർ നമ്മളോട് പറയും. ഒരു കാരണവശാലും ചെയ്യരുത്. അങ്ങനെയുള്ള ലിങ്കുകൾ തന്നിട്ട് പാസ്വേഡ് തന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു ചീറ്റിംഗ് ആണ്. ഒരിക്കലും അങ്ങനെയുള്ള പ്രൊമോഷൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാതിരിക്കുക. പിന്നീടുള്ള പ്രൊമോഷൻ്റെ ടൈപ്പ്, ഇപ്പം നിങ്ങളുടെ ചാനലിനകത്ത് 1000 സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു പ്രൊമോഷൻ ഇമെയിൽ വരികയാണ്. നിങ്ങൾ അവരുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ $4000 തരാം, അല്ലെങ്കിൽ $5000 തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരമേ അത് വിട്ട് കളഞ്ഞേക്കുക. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിക്കുകയല്ല ആവശ്യം, നിങ്ങളുടെ ചാനൽ കൊണ്ടുപോകുക തന്നെയാണ്. ഒരിക്കലും അങ്ങനെ ഒരു മനുഷ്യരും ചെയ്യത്തില്ല. 1000 സബ്സ്ക്രൈബറുള്ള നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 50 രൂപയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ $4000 തരാം, $5000 തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കരുത്. അങ്ങനത്തെ മെയിലുകൾ എടുത്ത് ചതിയിൽ പെടരുത്. പ്രൊമോഷൻ സംബന്ധമായിട്ടുള്ള ഇമെയിൽ വരുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ ലോഗിൻ ചെയ്തിട്ടിരിക്കുന്ന ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നോ അത്തരത്തിലുള്ള ഇമെയിലുകൾ സെർച്ച് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. മറ്റൊരു ഫോണിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു ലാപ്ടോപ്പിൽ നിന്നോ ഉള്ള രീതിയിലുള്ള സെർച്ചിങ്ങുകളെ നിങ്ങൾ ചെയ്യാവുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷൻ ഇമെയിൽ വരുന്നതിനകത്ത് ഒരു 100 മെയിൽ വരികയാണെങ്കിൽ 95 എണ്ണവും ഇത്തരത്തിൽ ചതിക്കുന്ന രീതിയിലുള്ള മെയിലുകളാണ്. പിന്നീട് ഈ പ്രൊമോഷൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾ ചാടിക്കയറി റിപ്ലൈ കൊടുക്കാതെ അവരുടെ മെയിൽ വായിച്ച് നോക്കിയതിന് ശേഷം അവരതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കീവേഡുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ വെബ്സൈറ്റിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുക. ഇവരിങ്ങനെ ഈ ഒരു പറഞ്ഞ സംഭവമൊക്കെ നിലവിലുള്ളതാണോ, യൂട്യൂബിനകത്ത് മറ്റാരെങ്കിലും അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ പ്രൊമോഷൻ ചെയ്യാൻ വരുന്നവർക്ക് കൊടുക്കാവുള്ളൂ. 7ാമത്തെ കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യൂട്യൂബ് ചാനൽ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് മോണിറ്റൈസേഷൻ്റെ സമയമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് തന്നെ മലയാളത്തിൽ എങ്ങനെ യൂട്യൂബ് മാനേജ് ചെയ്യാം, എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ വീഡിയോസ് ചെയ്യുന്നതും പൈസ മേടിച്ചിട്ട് മോണിറ്റൈസേഷനൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒത്തിരി കമ്പനികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികൾ നിങ്ങളുടെ ചാനലിൻ്റെ ആക്സസ് നിങ്ങൾ കൊടുക്കും. അതായത് മോണിറ്റൈസേഷനൊക്കെ എനേബിൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ കൊടുക്കുന്ന ഒരു രീതി നമ്മളുടെ മലയാളത്തിൽ കണ്ടുവരുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മോണിറ്റൈസേഷനൊക്കെ ആഡാകും, നിങ്ങൾ ഹാപ്പി ആകും. വീഡിയോസ് ഇട്ടിട്ട് ഒരു പക്ഷേ നിങ്ങൾ ഒരു ദിവസം നല്ല രീതിയിൽ വളർന്നു കയറും. അപ്പോൾ ഈ ചെയ്ത ആൾക്കാർ നിങ്ങൾ അവരെ മറന്നു പോയി കഴിഞ്ഞാലും ചെയ്ത ആൾക്കാർ നിങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്തോണം, നിങ്ങൾ ആർക്ക് എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഈ പറയുന്ന ഒരു സമയമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരവരുടെ പണി കഴിഞ്ഞിട്ട് തിരിച്ചു തരുന്ന സമയത്ത് തീർച്ചയായിട്ടും പാസ്വേഡ് അന്നേരം തന്നെ ചേഞ്ച് ചെയ്തോണം. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള കസിൻസോ മറ്റാരെങ്കിലുമോ നമ്മളുടെ യൂട്യൂബിൻ്റെ പാസ്വേഡ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, യൂട്യൂബിൻ്റെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ജിമെയിലിൻ്റെ പാസ്വേഡ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മാറുന്ന സമയത്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്ത് നിങ്ങൾ സുരക്ഷിതമാക്കിക്കോണം. ഞാനിതിങ്ങനെ പറയാനായിട്ടുള്ള കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിനെ പറ്റിയുള്ള വീഡിയോസ് ഇടുമ്പോഴത്തേക്കിന് പല കുട്ടികളും ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് ചാനൽ ഇന്ന പ്രശ്നമുണ്ടോ ഒന്ന് നോക്കിത്തരാമോ എന്ന് ചോദിച്ചിട്ട് അവരുടെ ജിമെയിലിൻ്റെ ഐഡിയും പാസ്വേഡും തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ആ രീതിയിൽ ഐഡിയും പാസ്വേഡും മേടിച്ചിട്ട് ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് മറ്റൊരാളെ സമീപിക്കുമ്പം നിങ്ങളുടെ സുരക്ഷിതത്വം കൂടെ ഉറപ്പാക്കണം. ആ ഹെൽപ്പ് കഴിഞ്ഞ് ആ ആൾ ചാനൽ തിരിച്ച് കയ്യിൽ തന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്തോണം. 8ാമത്തെ കാര്യം, ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ നമുക്ക് ഒരു ദിവസം കൊണ്ട് 10,000 ഫോളോവേഴ്സിനെ ഉണ്ടാക്കാം, 20,000 ഫോളോവേഴ്സിനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ള നല്ല വീഡിയോസ് നമ്മളുടെ യൂട്യൂബിനകത്ത് നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ട് പൈസ കൊടുത്തിട്ട് ഫോളോവേഴ്സിനെ കൂട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫോളോവേഴ്സിനെ കൂട്ടുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയും പാസ്വേഡും ഒക്കെ നിങ്ങൾ പാസ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലും
മറ്റു രീതിയിലുള്ള മാൽവെയറുകൾ നിങ്ങളുടെ ഡിവൈസിനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നത് യൂട്യൂബ് ലോഗിൻ ചെയ്തിട്ടിരിക്കുന്ന മെഷീനിൽ നിന്നൊക്കെ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. 9ാമത്തെ കാര്യം, ഓൺലൈനായി നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ പണമുണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഒത്തിരി വീഡിയോസ് നമ്മളുടെ യൂട്യൂബിനകത്തും നമ്മളുടെ ഗൂഗിൾ ക്രോമിനകത്തും ഒത്തിരി വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഒത്തിരി ആൾക്കാർ അത് സെർച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാത്ത ധാരാളം വെബ്സൈറ്റ് ലിങ്കുകളിൽ നിങ്ങൾ കയറിയിട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വിശ്വാസമില്ലാത്ത, നിങ്ങൾക്ക് നോളജ് ഇല്ലാത്ത വെബ്സൈറ്റുകളിൽ നിങ്ങൾ കയറി ക്ലിക്ക് ചെയ്യാതിരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഇതുപോലെ ജോലി വാഗ്ദാനം ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ ലിങ്കുകളെല്ലാം മിക്കവാറും തന്നെ ഇത്തരത്തിൽ നമ്മളെ ചതിക്കാനായിട്ട് തന്നെ ഉള്ളതാണ്. ജെനുവിനായിട്ട് വർക്ക് ചെയ്യുന്ന ഓൺലൈൻ ജോബ്സൊക്കെ വളരെയധികം കുറവാണ്. ഇത്തരത്തിലുള്ള പല തട്ടിപ്പ് ജോലികളുണ്ട്. അതായത് ക്യാപ്ച ടൈപ്പ് ചെയ്യുക, അതുപോലെ ഒരു സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുക, അതിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ. അത്തരത്തിലുള്ള ജോലികളൊന്നും നിങ്ങൾ ചെയ്തിട്ട് പണം സമ്പാദിക്കാനായിട്ട് നോക്കാതിരിക്കുക. ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ ഫ്യൂച്ചറിൽ തേടി വരും. 10ാമത്തെ കാര്യം, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ ജിമെയിൽ അക്കൗണ്ടിനും അതുപോലെ മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടിനും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിർബന്ധമായിട്ടും ആഡ് ചെയ്തിരിക്കണം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് പല മെത്തേഡുകളുണ്ട്. എല്ലാം ആക്ടിവേറ്റ് ചെയ്തിടുക കേട്ടോ. 1ാമത്തെ മെത്തേഡ് ഒരു പ്രോംപ്റ്റ് പോലെ വരുന്ന ഒരു ഫസ്റ്റ് മെത്തേഡുണ്ട്. 2ാമത്തേത് എക്സ്ട്രാ കോഡ് പാസ്വേഡ് വെച്ചിട്ടുള്ള 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. അതെല്ലാം നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടിട്ട് യൂട്യൂബ് ചാനൽ പ്രവർത്തിപ്പിക്കാവുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കൾക്കും എത്തിച്ചു കൊടുക്കുക. കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ഉപയോഗിക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.